ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒപ്പോയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് സ്മാർട്ട് ഫോണുകൾ ഇനി ലോഞ്ച് ചെയ്യാൻ വരുന്നുണ്ട്. ഒപ്പോ ഫൈൻഡ് X2 അതുപോലെ തന്നെ X2 Pro. സോ അതിലെ പ്രോ വേർഷനായിട്ടുള്ള X2 Pro എന്ന സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.7 ഇഞ്ചാണ്. അതുപോലെ തന്നെ അമോലഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 90.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 240 Hz ടച്ച് സെൻസിങ്ങും ലഭിക്കുന്നുണ്ട്. സോ ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഗോറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡ് രണ്ട് ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു ലെതർ ഡിസൈനും അതുപോലെ തന്നെ ഒരു സെറാമിക് ഡിസൈനും വരുന്നുണ്ട്. പിന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 ഒക്ടാ-കോർ പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 കസ്റ്റമൈസ്ഡ് കളർ OS 7.1 ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ റാം വരുന്നത് 12 GB അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 512 GB അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. സോ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പ്രൈമറായിട്ട് നമുക്കൊരു 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ഉണ്ട്. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 13 മെഗാപിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 48 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. നമ്മൾ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് നമുക്ക് സെൽഫി ക്യാമറ ലഭിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4260 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 65 വാട്ട്സിൻ്റെ ഒരു മാസീവ് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 0 to 100% വരെ ചാർജ് ചെയ്യാൻ ഏകദേശം 38 മിനിറ്റ്സ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. പിന്നെ ടൈപ്പ് സി പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പക്ഷേ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ മിസ്സിംഗ് ആണ്. ഒപ്പം നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് സെറാമിക് ഡിസൈനും അതുപോലെ തന്നെ ഒരു ലെതർ ഫിനിഷിൽ വരുന്ന ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു ലംബോർഗിനി എഡിഷൻ കൂടി ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഒപ്പോ ഫൈൻഡ് X2 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. സോ നമ്മൾ May 15 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 75,000 ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഒപ്പോ ഫൈൻഡ് X2 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.